ഇന്ത്യൻ യുവതലമുറയോട് എന്തിനാണ് ഈ ക്രൂരത? ഇന്ത്യൻ ഗവൺമെന്റിന് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? ഞാൻ പറഞ്ഞു വരുന്നത് CBSEയുടെ 3 ലാംഗ്വേജ് ഫോർമുലയെ കുറിച്ചാണ്. NEP പ്രകാരം ഈ വർഷം മുതൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്ന 3 ലാംഗ്വേജ് ഫോർമുല. ഇത്രമാത്രം ഗ്ലോബലൈസ്ഡ് ചെയ്യപ്പെട്ട ഒരു കാലത്ത്, രാജ്യാതിർത്തികൾ സങ്കോചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, കൊടുക്കൽ വാങ്ങലുകൾ രാജ്യാതിർത്തികൾ ഭേദിച്ച് വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന കാലത്ത് എന്തിനാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ മാത്രം ഇന്ത്യയിലേക്ക് ഒതുക്കുന്നതും ഇന്ത്യയിലെ വളരെ നിർജീവമായി കൊണ്ടിരിക്കുന്ന ഭാഷകൾ പഠിപ്പിക്കാനും വേണ്ടി പ്രേരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് ഒരു വിദേശ ഭാഷ ഓപ്ഷൻ കുട്ടികളിൽ നിന്നും അകറ്റുമാറ്റുന്നത്? അഥവാ NEP 3 ലാംഗ്വേജ് ഫോർമുല പ്രകാരം R1, R2, R3 അങ്ങനെ 3 കാറ്റഗറിയായി തിരിച്ചിരിക്കുകയാണ്. R1, R2 അഥവാ ഫസ്റ്റ് കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറിയും അവരൊരു രണ്ട് റീജിയണൽ ലാംഗ്വേജ് എടുത്തിരിക്കണമെന്നാണ് നിയമം. മൂന്നാമത്തത് ഒരു വിദേശ ഭാഷ എടുക്കാമെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴും ആ വിദേശ ഭാഷ കാറ്റഗറിയിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രാക്ടീസ് നമ്മളുടെ കുട്ടികൾ ഒരു റീജിയണൽ ലാംഗ്വേജ് ഫോർ സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദി ലാംഗ്വേജ്, ഒരു മലയാളം ലാംഗ്വേജ് എടുത്താൽ മൂന്നാമത് സ്വാഭാവികമായി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഇരിക്കുക. ഇങ്ങനെ ഈ റീജിയണൽ ലാംഗ്വേജിനെ നിർബന്ധം പിടിക്കുന്നതോടുകൂടി വിദേശ ഭാഷ ഓപ്ഷനിൽ ഇംഗ്ലീഷ് തന്നെയായിരിക്കും അവർ എടുക്കുക. അങ്ങനെ വരുമ്പോൾ വിദേശ ഭാഷ പഠിക്കാനുള്ള ഓപ്ഷൻ അവർക്ക് നഷ്ടപ്പെടുകയാണ്. NEP പ്രകാരം 4ാമതൊരു ഓപ്ഷണൽ ലാംഗ്വേജ് ആയി ഫോറിൻ ലാംഗ്വേജ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കുട്ടികൾ ഓപ്ഷണലാണ്. അത് പരീക്ഷ ചോദിക്കുകയോ അതിനെ ഇവാലുവേഷൻ നടത്തുകയോ ഒന്നും ചെയ്യില്ല. ഇത്രമാത്രം ടൈറ്റ് ആയിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഏത് കുട്ടി ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കും? ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇത്രമാത്രം ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള, ഇനി നമ്മൾ ജോബ് മാർക്കറ്റ് തിരഞ്ഞു പോകുന്നത് മിക്കവാറും വിദേശ രാജ്യങ്ങളിലായിരിക്കും, യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കും. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഈ സ്പെയിൻ, ഇത്തരം രാജ്യങ്ങളുടെ ലാംഗ്വേജുകൾ നമുക്ക് ഇതുവരെ പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ വിദേശ ഭാഷ പഠിക്കാനുള്ള ഓപ്ഷൻ അവർ നഷ്ടപ്പെടുകയാണ്. ഈ ലാംഗ്വേജ് ഫോർമുലയെ തമിഴ്നാട് വളരെ ശക്തമായി എതിർത്തിരിക്കുകയാണ്. ഈ കേരള ഗവൺമെന്റും കേരള ജനതയും ഇതിനെ ശക്തമായി എതിർക്കണം. ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് നമ്മളുടെ കുട്ടികൾ വളരെ പ്രാക്ടീസിൽ ഇത് ഉപയോഗിക്കപ്പെടാത്ത സംസ്കൃത് പോലത്തെ ലാംഗ്വേജുകൾ എടുക്കാൻ നിർബന്ധിതരാകുകയും അവരുടെ ജോലി സാധ്യതകളും അവരുടെ ഭാവി ജീവിതത്തിന് വളരെ ഉപകരിക്കുന്ന ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, സ്പാനിഷ് പോലത്തെ വിദേശ ഭാഷകൾ എടുക്കാനുള്ള ഓപ്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ഇതിന്റെ ഒരു യഥാർത്ഥ പശ്ചാത്തലം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. മുമ്പ് അഥവാ NEP ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള സ്ട്രക്ചറാണ്. ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റിന് ഹിന്ദി എടുക്കാം, ഇംഗ്ലീഷ് എടുക്കാം, പിന്നെ ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജോ വിദേശ ലാംഗ്വേജ് എടുക്കാമായിരുന്നു. പക്ഷേ അതുപോലെ നോൺ ഹിന്ദി സ്പീക്കിനും അതുപോലെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അഥവാ ഒരു റീജിയണൽ ലാംഗ്വേജ് അതോ മലയാളം എടുക്കാം, ഹിന്ദിയോ ഇംഗ്ലീഷോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. മൂന്നാമതായിട്ട് അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് എടുക്കാമായിരുന്നു. പക്ഷേ ഇനി മുതൽ NEP സിസ്റ്റം പ്രകാരം, ഇതാണ് NEP സിസ്റ്റം പ്രകാരം വരുന്ന സാധ്യതകൾ. ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് സ്വാഭാവികമായിട്ടും ഹിന്ദി എടുക്കും, പിന്നെ സംസ്കൃതം എടുക്കും. കാരണം ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന സംസ്കൃത ഭാഷ എടുക്കും, അല്ലെങ്കിൽ മറാത്തി, അവരോട് ചേർന്ന് നിൽക്കുന്ന മറാത്തി എടുക്കും. മൂന്നാമത് അവർ ഇംഗ്ലീഷ് എടുക്കും, തേർഡ് ലാംഗ്വേജ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം, ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ തേർഡ് ഓപ്ഷൻ, സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം തേർഡ് ഓപ്ഷൻ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ആയിരിക്കും. ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് നമ്മൾക്ക് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഓപ്ഷൻ നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.